സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്നതാ കഷ്ടതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, ദൂതന്മാരോ, വാഴ്ചകളോ, അധികാരങ്ങളോ, ഇവയ്ക്കൊന്നിനും യേശുക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തോ ബന്ധ അതെയോ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഞാനിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. ഈ ബന്ധത്തിന്റെ നടുവിൽ ഏത് പിശാച, ഈ ബന്ധത്തിന്റെ നടുവിൽ ഏത് ആഭിചാരമാണ്, ഈ ബന്ധത്തിന്റെ നടുവിൽ ഏത് പോരാട്ടമാണ്, ഈ ബന്ധത്തിന്റെ നടുവിൽ ഏത് ബന്ധനമാണ്, ഈ ബന്ധത്തിന്റെ നടുവിൽ ഏത് കെട്ടാ നിൽക്കുന്നത്? ഒന്നുമില്ല പ്രിയരെ. അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ, അപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തിൽ ഏത് ആഭിചാരത്തിനാ നിൽക്കാൻ പറ്റുന്നത്? അപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തിന് നടുവിൽ ഏത് കെട്ട് നിൽക്കും പ്രിയരെ? അപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തിൽ ഏത് ആഭിചാരകനാ നിന്നെ ഭയപ്പെടുത്താൻ നിൽക്കുന്നത്? തമ്പുരാൻ എന്നോട് പറയുന്നു, എന്റെ കർത്താവിന്റെ ആത്മാവ് എനിക്ക് ബോധ്യം തരുന്നു, ചില ആഭിചാരങ്ങൾ എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന ദുരാത്മ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഈ വചന വെളിപ്പാടിൽ പൊട്ടിമാറട്ടെ. നീ ഭയന്ന് കിടക്കുന്ന എന്തോ സംഭവിക്കുമെന്നുള്ള നിന്റെ ഭയത്തിന്റെ ആ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ മകൻ മകൾ എന്നൊരു ബോധ്യത്തിൽ മാറട്ടെ. ജീവിതത്തിൽ ധൈര്യം പരിശുദ്ധാത്മാവ് തരികയാണ്. ആരുമില്ലെന്നുള്ള തോന്നൽ നടുവിൽ ഉണ്ട്, ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ആ ദൈവിക ഇടപെടൽ. ഒറ്റയ്ക്കാ പാസ്റ്ററെ എന്ന് പറയുന്ന ആ വ്യക്തിയെ, ആ പ്രിയ കുടുംബമേ, ഒറ്റയ്ക്കല്ല. അവൻ കാണുന്നുണ്ട്, സകലതും അറിയുന്നുണ്ട്. അവൻ ഇറങ്ങുകയാണ്. വിളിക്കുക, അപ്പാ, അപ്പായേ നീ കാണുന്നുണ്ടോ എന്ന് ചോദിക്ക. ആ ബന്ധത്തിന്റെ നടുവിലല്ലേ പ്രിയരെ തമ്പുരാന്റെ സ്നേഹത്തെ അനുഭവിക്കുന്നത്? നമ്മുടെ പരാതികൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒരപ്പൻ തന്റെ ഒരു മകൾ അപ്പനോട് പറയുന്നത് പോലെ നാളുകളായി നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച സകല കാര്യങ്ങളും അപ്പനോട് പറ. അപ്പാ, ഇങ്ങനെയൊക്കെയാ ഞാൻ പോന്നെ, ഇങ്ങനെയൊക്കെയാണ് എന്റെ അവസ്ഥ. നീ കാണുന്നില്ലേ? കർത്താവിനോട് പറയുന്ന ഒരു അസാധാരണ സാന്നിധ്യത്തിന്റെ നടുവിലേക്ക് തമ്പുരാൻ നിങ്ങളെ മാറ്റുകയാണ്.